ഗൈസ്, നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ചില ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ് ഉണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഫൈനാൻഷ്യൽ അബദ്ധങ്ങൾ. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ പൈസ സമ്പാദിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഓടാതിരിക്കുക. അത്യാവശ്യമല്ലാത്ത നമ്മുടെ ഇൻസ്റ്റന്റ് ആയ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചില്ലെങ്കിൽ ലോങ് ടേമിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പൈസ സേവ് ചെയ്തതിന് ശേഷം മാത്രം ചെലവാക്കുക. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്, പക്ഷെ പലരും ചെലവാക്കിയതിന് ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മാത്രമാണ് സേവ് ചെയ്യുക. നമ്മുടെ സേവിങ്സിൽ മാക്സിമം കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക. SIP എന്ന് വെച്ചാൽ സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എത്ര ചെറിയ എമൗണ്ട് ആയാലും ശരി, 1000 ഈ SIPയുടെ മാജിക് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇയർലി ഇപ്പോൾ 12% ആണ് റിട്ടേൺസ് എങ്കിൽ ആദ്യത്തെ വർഷത്തിൽ 12% എത്ര എമൗണ്ട് കൂടിയോ ആ കൂടിയ എമൗണ്ടിന്റെ 12% ആണ് അടുത്ത വർഷം കൂടുക. ഇത് പണ്ട് ഞാൻ റെയിൽവേയുടെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് പഠിപ്പിച്ചെന്ന സംഭവമാണിത്. നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ സാലറി ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതേ സംഭവം തന്നെയാണ് SIPയിലും. നാലാമത്തെ കാര്യം, അറിയാത്ത സംഭവത്തിൽ കൊണ്ടുപോയി പൈസ ഇടാതിരിക്കുക. നമുക്കറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. പുട്ട് മണി ഓൺ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, പുട്ട് ടൈം ഓൺ വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.